നമസ്കാരം. നമസ്കാരം. അങ്ങ് ഒരു 10 ദിവസത്തെ ധ്യാന സംഘം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് അതിന്റെ രീതികൾ? ആർക്കൊക്കെയാണ് അതിൽ പ്രവേശിക്കാൻ പറ്റുക? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10 ഡേയ്സിൽ ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ജൂൺ 1 മുതൽ ജൂൺ 10 വരെ. ഈ ഒരു ക്യാമ്പിന്റെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പാണിത്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിർവികൽപ്പ സമാധി അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അനുഭവിപ്പിക്കാനായിട്ട് ഒരു ഡെമോ. നിർവികൽപ്പ സമാധി അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു പരിശീലന ക്രമീകരണമാണ് 10 ഡേയ്സ് ക്യാമ്പ്. ആദ്യത്തെ കാര്യം, എല്ലാ ധ്യാനത്തിലും ഞാൻ പറഞ്ഞ പോലെ ആദ്യം ധ്യാനത്തിലൂടെ ഉയർന്ന അവയർനെസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. 7ാം ചക്രത്തിൽ എത്തുന്ന സമയം മോശമാണ്. എന്താണ് മുക്തി? അൾട്ടിമേറ്റ് മുക്തിയാണ്. അതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ സോള് സദാസമയം അറിയുവാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാധനയും നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും നമ്മുടെ വീട്ടിലുള്ളവരോ നാട്ടുകാരോ നമ്മുടെ കൂട്ടുകാരോ ഒന്നുമല്ല നമ്മൾ അറിയിക്കേണ്ടത് ഞാൻ സ്പിരിച്വൽ പേഴ്സൺ ആണെന്നുള്ളത്. നമ്മുടെ ശരീരവും മനസ്സും അറിയേണ്ടത് ഐ ആം എ സോൾ. നമ്മുടെ ആത്മാവ് എന്താണെന്ന് നമ്മുടെ ശരീരവും മനസ്സും റിയലൈസേഷൻ ചെയ്യുമ്പോഴേ നമ്മൾ പറയുന്നത് നമ്മൾ ആ തത്വം അല്ലെ നമ്മൾ സന്യാസമായിരുന്നു. ശരീരവും മനസ്സും അറിയുമ്പോഴാണ് അതിന്റെ അൾട്ടിമേറ്റ് എത്തുന്നത്. വേറെ ആരെയുമല്ല നമുക്ക് അറിയിക്കേണ്ടത്, നമ്മുടെ ബോഡിയും മൈൻഡിനെയാണ് നമുക്ക് അറിയിക്കേണ്ടത്. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി എന്താണ് നിർവികൽപ്പ സമാധി അവസ്ഥ? ആദ്യ സമാധിയാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അറിയണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ സാധനയിലുള്ളവരെ ഇപ്പൊ എത്രയോ ആൾക്കാരെ കാണുന്നതാണ്. ഞാൻ കണ്ടിട്ടുള്ള 1000 കണക്കിന് ആൾക്കാരിലും അവരെല്ലാം സാധന ചെയ്ത് സമാധിയിലേക്ക് ഇതുവരെ എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ധ്യാനമുണ്ട്. അപ്പം ഈ ധ്യാനത്തിൽ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുന്ന സുഷുമയിലുള്ള പ്രാണൻ ആജ്ഞയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് സമാധി സംഭവിക്കുന്നത്, നിർവികൽപ്പ സമാധി. അപ്പൊ സുഷുമയിലുള്ള പ്രാണൻ ഇടനാടിയുടെയും പിങ്കളയിലൂടെയും കറങ്ങി ആജ്ഞയിൽ വരുന്ന സമയത്ത് നമുക്ക് സമാധി ഉണ്ടാവുന്നുള്ളൂ. ഈ പ്രാണൻ കുറച്ചങ്ങോട്ട് സാധന ചെയ്ത് മുകളിലേക്ക് ഇറങ്ങി സ്വാധിഷ്ഠാനയിൽ എത്തുമ്പോൾ ഈ ബോധം ഉണർന്നു, ഇനി സാധന ലൈഫ് ഉണ്ടെന്നും അതിലേക്ക് സഞ്ചരിക്കുന്നുമുണ്ട്. ആ സഞ്ചാരത്തിന്റെ വക്കിൽ വെച്ച് എല്ലാ സാധുക്കളിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് കാമം പിടിപെടും, 2 ലഹരി പിടിപെടും. ഈ 2 ഹാബിറ്റ്സും കോമൺ ആയിട്ട് വരും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം കൊണ്ട് വന്നവര് മനസ്സിൽ ആ പ്രയാസം അങ്ങ് ഇല്ലാതായി. ഈ സ്പിരിച്വലി മൂലാധാരയെന്ന് കുറച്ച് ഉയർന്നു വരുമ്പോ ഫിനാൻഷ്യലി സ്ട്രോങ് ആവാൻ തുടങ്ങി. ബന്ധത്തിലൊക്കെ പ്രശ്നങ്ങൾ മാറി തുടങ്ങി. സൊല്യൂഷനായി മൈൻഡ് അതിനോടെല്ലാം യോജിച്ച് അതിനെല്ലാം വലിയൊരു സ്ട്രോങ് ആയി. മൈൻഡ് സെറ്റ്, മെന്റൽ എനർജി കൂടി. അപ്പൊ പതിയെ 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 സാധന അടുത്ത മണിപ്പൂരയിലേക്ക് വരുന്നതിന് മുമ്പ് 2 തോട്ട് ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്. ഒന്നൊരു ലഹരി പിടിപെടും, 2 കാമം പിടിപെടും. സ്വാധിഷ്ഠാനയുടെ ഒരു ചെറിയൊരു വീക്ക്നെസ് ആണത്. അതിന്റെ ഒരു ഉയർന്ന ബോധം എന്ന് പറയുന്നത് ഈ മിസ്ട്രിസമാണ്. അതിന്റെ താഴെ തട്ടിലേക്ക് ഉയരുന്ന സമയത്ത് സാധനയിൽ ചെറിയ ഇതുണ്ടല്ലോ, വിട്ടുമാറി. അതുകൊണ്ടാണ് എപ്പോഴും ഗുരുകുലത്തിൽ നിർത്തിക്കൊണ്ട് കൊണ്ടുവന്ന ക്രമീകരണം വരുന്നത് പലപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ കണ്ടു ആദിശങ്കരാചാര്യന്റെ സംസ്കൃതി പോലുള്ള വേദം പഠിപ്പിക്കുന്നവർ ആ രീതിയിലൊക്കെ വരുന്നത് ഇവർ അരയിൽ ഇങ്ങനെ കെട്ടും, ബന്ധന. ഇപ്പൊ കുൻഫു ഇതുപോലൊക്കെ പ്രാക്ടിക്കുന്ന മണിപ്പൂരെ കിടന്ന് കെട്ടും. അപ്പൊ ക്രിയേറ്റീവ് എനർജി ഒരിക്കലും താഴോട്ട് പോകാതെ മുകളിലോട്ട് പോകാനായിട്ടാണ്. ഇത് ക്രിയേറ്റീവ് ആണ്, ഇത് ക്രിയേഷന്റെ എനർജിയുമാണ്. അപ്പൊ ഈ ക്രിയേഷന്റെ എനർജി യൂസ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? മേളിലായിട്ടുള്ള 7ാം ചക്രത്തിലേക്കാണ്. അപ്പൊ സാധനയുള്ള പല ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഏറ്റവും ഒരു സ്റ്റേറ്റ് ആണ് ഈ 2 രീതികൾ. അവരെ അതിൽ നിന്ന് മാറ്റി മണിപ്പൂരയിൽ എത്തുമ്പോൾ അവർ പിന്നെ സ്ട്രോങ് ആയി സാധനപാതയിൽ. നിർവികൽപ്പ സമാധിയിൽ എന്താണ് സമാധിയുടെ പ്രാധാന്യം? ഈ മണിപ്പൂരകയിൽ എത്തിക്കഴിഞ്ഞ പിന്നെ താഴോട്ട് വീഴുന്ന ഒരു പ്രശ്നമേ ഇല്ല അല്ലേ? അത് സാധന നമ്മൾ ചെയ്യുന്ന സാധന പോലെ ഇരിക്കും. മണിപ്പൂരകയിൽ നിന്ന് നമ്മുടെ പ്രാണവായു, നമ്മുടെ പ്രാണൻ കറക്റ്റ് ലെവലിൽ ഫ്ലോ ചെയ്യുന്നത് ആ 7ാം ചക്രത്തിലേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ താഴോട്ട് പോകത്തില്ല. നമ്മുടെ സാധനയിൽ നിന്ന് ആ ടൂൾ എങ്ങനെയാണോ നമ്മൾ വിട്ടുകളയുന്നത്, ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ടല്ലോ സാധനയിൽ, ആ ടൂളിന്റെ ക്രമീകരണം പോലാണ് അത് പോകുന്നതും ഇല്ലാതാവുന്നത്. അപ്പൊ കറക്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോയില്ല. പിന്നെ ഒരു തവണ നമ്മൾ സഹജ സമാധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു സാധനയുടെ ആവശ്യമില്ല. സദാസമയം ഇരുന്നുകൊണ്ട് ധ്യാനാനുഭൂതി. ഗുരുജി, ഒരു സംശയം ചോദിക്കട്ടെ. ഇത് പീരിയഡ്സ്, വാലായ്മ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ പറയില്ല, പീരിയഡ്സ് ടൈമിലൊന്നും ഒരു സാധന ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. വാലായ്മ പെല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു
പൂജാ ക്രമീകരണമാണെങ്കിൽ ഇതൊക്കെ നോക്കി സാധനയിൽ അഹം ബ്രഹ്മാസ്മി എന്നേ ഉള്ളൂ, ബ്രഹ്മമേ ഉള്ളൂ. ഇവിടെ സ്ത്രീലിംഗം പുരുഷലിംഗം പീരീഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സമാധി എന്താണ്? ശരീരത്തിനും മനസ്സിനുമുള്ള വേറൊരു അനുഭൂതിയിലേക്ക് പോവുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, പീരീഡ്സ് ഉള്ളവര് അങ്ങനെയുള്ള ടൈമിലേക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കണ്ടുള്ളതെന്ന് വെച്ചാൽ ഇവർ സാധന ചെയ്യുന്ന നാഡികൾ ശരിക്കും എനർജി ആവും. അപ്പൊ ഈ ബ്ലഡിന്റെ കുറച്ചുകൂടി ആ ഒരു പുറത്തേക്ക് കുറെ പോകും, അങ്ങനത്തെ ഒരു ഫ്ലോ കൂടും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു ക്രമീകരണം ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കോ, ഇതൊരു ഉയർന്ന പ്രോഗ്രാം അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എത്തുന്ന സമയം അങ്ങനെ സമാധി പോകുന്നൊരു സ്റ്റേറ്റിൽ ഉയർന്ന നാടികളൊക്കെ വിറക്കുകയോ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഇതൊരു എനർജി, അത്രയും എനർജി ഉള്ള ഒരു പ്രോഗ്രാം ആണല്ലോ. അപ്പൊ അതിലൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. ഇതിന് പ്രായപരിധി ഉണ്ട്, എത്ര വയസ്സ് മുതലുള്ളവർക്ക് പങ്കെടുക്കാം? പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സിന് മുകളിലോട്ട് എല്ലാവർക്കും പങ്കെടുക്കാം. നമ്മുടെ 7ാം ചക്രത്തിന്റെ പ്രവേശനം നമ്മുടെ ശരീരവും കൂടി ആ ചക്രങ്ങളെ ഇതിലിരുത്തിക്കൊണ്ട് പോകാനുള്ള പ്രായപരിധിയാണ് 21 വയസ്സെന്ന് പറയുന്നത്. ആ സമയത്ത് 21 വയസ്സിന് മുകളിൽ നമുക്ക് എത്ര വയസ്സുള്ളവർക്കാണ് പങ്കെടുക്കാം. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും മെഡിക്കലി എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എടുക്കുന്നവർ ഒഴിവാകുന്നതാണ് നല്ലത് ഈ ഒരു ക്യാമ്പിൽ നിന്ന്. പിന്നെ ഒരു സംശയമുള്ളത്, ഇത് സാധനയിൽ എന്തെങ്കിലും സാധന ചെയ്യുന്നവരുണ്ടാവാം, ഒരു സാധനയും ചെയ്യാത്തവരും ഉണ്ടാവാം. ഈ രണ്ടു കൂട്ടർക്കും എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്? സാധന ചെയ്യാത്തവർക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ഈ സാധനം ഓൾറെഡി മുമ്പ് ഏതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്തൊക്കെ കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് ഇതിന് അനുഭവിക്കാൻ സാധിക്കുക? ഇതിന് എല്ലാവർക്കും പങ്കെടുക്കാം. ഇതൊരു ക്രമീകരിച്ച് ധ്യാനത്തിലൂടെ ധാരാളയിലൂടെ നിർവികൽപ്പ സമാധി കൊണ്ടുവന്ന ഒരു പ്രോസസ്സാണ്. എപ്പോഴും ആ ഒരു രീതിയിൽ നമ്മൾ ഒറ്റയടിക്കല്ലല്ലോ എനർജി ഫ്ലോ ചെയ്യും. അത് മെല്ലെ 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 എക്സ്പീരിയൻസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാം. 21 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. പിന്നെ ഗുരുജി, വേറൊരു സംശയം എല്ലാവരും പൊതുവെ കേൾക്കുന്നത്, നമ്മൾ ഈ കുണ്ടലിനി എനർജി, ഇതിപ്പം അങ്ങനെയാണല്ലോ, കുണ്ടലിനി എനർജി ആണല്ലോ നമുക്ക് ഭൂമി മുകളിലേക്ക് എടുക്കുന്നത്. അതിൽ ഒരു ശരിയായ രീതിയിലല്ലെങ്കിൽ പലരും പറയുന്നതാണ്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്, കുണ്ടലിനിയുമായിട്ട് കളിക്കരുത്, അത് നമുക്ക് വലിയ മാനസിക വിഭ്രാന്തികളൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു. അതെന്താണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇതിലേക്ക് വരാൻ കാരണം? തെറ്റിദ്ധാരണ എന്ന് പറയാൻ ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചക്രങ്ങളെ ഉണർത്തുന്നത് നമ്മുടെ വീട് വെക്കാനോ കാറ് വാങ്ങാനോ പൈസ ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. കുണ്ടലിനി ചൈതന്യം മുകളിലേക്ക് ഉയർത്തുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ബ്രഹ്മത്തെ ആഗ്രഹിച്ച് ബ്രഹ്മത്തിലേക്ക് ലയനം ചെയ്യാനായിട്ടാണ്. ആ ഇന്റൻഷൻ ഉള്ളവരാണ് ഈ സാധനയിൽ പങ്കെടുക്കേണ്ടത്. അതാണ് നമ്മുടെ ഇന്റൻഷൻ. അല്ല നിങ്ങളെ പറയുന്നത് പെട്ടെന്നൊന്നും ചെയ്യരുത്, പെട്ടെന്ന് കയറി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു തെറ്റിദ്ധാരണയെ കുറിച്ചാണ്. മനസ്സിലായി. ഞാൻ പറയാമല്ലോ, കുണ്ടലിനി സാധന എന്ന് പറയുന്നത് വളരെ തീവ്രമായ സാധനയാണ്. ഇപ്പൊ നിർവികൽപ്പ സമാധിക്ക് ശേഷം ഉണ്ടാകുന്ന സമാധിയാണ് സഹജ സമാധി. അതിനുശേഷമാണ് മഹാസമാധി ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഒരു ഗുരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അടുത്ത സഹജ സമാധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സന്യാസ സാധനയായിരിക്കും കൊടുക്കുന്നത്. അപ്പം അതിനു മുമ്പ് നിർവികൽപ്പ സമാധിയിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആണ്. കുണ്ടലിനി ചൈതന്യം മുകളിലേക്ക് ഉയർന്ന് ഞാൻ പറഞ്ഞു 7ാം ചക്രത്തിൽ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തോട്ട് മുക്തി മാത്രമേ ഉള്ളൂ, വേറെ ഒരു തോട്ടും ഇല്ല. വാട്ട് സ്പിരിച്വാലിറ്റി, നമ്മൾ പൂർണ്ണമായിട്ട് അവെയർ ആയിരിക്കുക എന്നുള്ളതല്ലേ. ഇപ്പൊ ഒരാളൊരു പ്രോഗ്രാമിൽ വരുന്നത് ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ട്, ആ പൈസ വാങ്ങിയെടുക്കാൻ വേണ്ടി സ്പിരിച്വൽ എനർജി കൊണ്ടെടുക്കാൻ പറ്റും. തെറ്റിദ്ധാരണയല്ലേ ഇന്നത്തെ കാലം മുഴുവനും. ആത്മീയത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചക്രങ്ങളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെൽത്ത് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കുമല്ലേ. ചക്രങ്ങളുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പ്രാണൻ കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന രീതിയാണ്. കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്താൽ നിങ്ങൾക്ക് മുക്തി, നിങ്ങൾക്ക് അവയർനെസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ജീവമുക്തി അവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു തരത്തിലും ഒരു പ്രശ്നമില്ല. കുണ്ടലിനി ഉയർന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമാധി ഉണ്ടാകത്തുള്ളൂ. ഇതെന്തിനാണ് ഈ പ്രോഗ്രാം ഞാൻ നടത്തുന്നത്? എന്റെ ഇന്റൻഷൻ നിങ്ങളെ മുക്തിയിലേക്കോ അവയർനെസ് സ്റ്റേറ്റിലേക്കോ എത്തിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ അതിനു വേണ്ടി തയ്യാറെടുത്ത് വരുന്നവരാണ്. പരമമായ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ സന്തോഷം ഇരിക്കുന്നത് എന്നുള്ളത് അനുഭവിച്ചറിയാനുള്ള പ്രക്രിയ. ആ ഒരു ലഹരി, ആനന്ദത്തിന്റെ പരമാനന്ദ ലഹരി അനുഭവിച്ചറിഞ്ഞ് ഈ ശരീരവും മനസ്സും അറിയണം, ഞാൻ ആത്മാവാണെന്നും ഞാൻ മോക്ഷമാണ് എന്റെ അൾട്ടിമേറ്റ് എന്നും ബ്രഹ്മമാണ് ഈ ഒരു ബോധമായിരിക്കുന്നതെന്നും എന്റെ സ്വരൂപം അല്ലെ. ഇപ്പൊ ഒരു നമ്മളിപ്പം എന്താ പറയാ, ഇപ്പം ഉഷാമ്മ ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നു, ഉഷാമ്മ മാറി ഉഷാമ്മയുടെ കൂട്ടുകാരുടെ അരികിലേക്ക് ഇപ്പൊ സുമാക്കയുടെ വീട്ടിൽ പോയിട്ട് ഒരു 10 ദിവസം നിൽക്കുന്നു. അപ്പൊ ഈ 10 ദിവസം നിന്നിട്ടും സുമാക്ക പറഞ്ഞു എന്ത് കുറെ ദിവസം കൂടി നിൽക്കാമെന്ന് പറഞ്ഞ്. അപ്പൊ ഉഷാമ്മയ്ക്ക് എന്തുകൊണ്ട് കുറെ ദിവസം
അവിടെ നിൽക്കുമ്പോൾ ഇത് എന്റെ സ്ഥലമല്ലല്ലോ, അതെ അതെ അവരുടെ മക്കളുടെ കൂടുമ്പോൾ അവരുടെ കാര്യം ഇത് എന്റെ സ്ഥലമല്ല, എനിക്ക് എപ്പോഴും എന്റെ വീട് ഇതാണല്ലോ, ഇവിടെ അല്ല എന്റെ സ്വാതന്ത്ര്യം. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ശരീരവും മനസ്സും കൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ പദവും നമ്മുടെ ശരീരം നമ്മുടെ ഈ ആത്മാവ് ഇവിടുത്തേതല്ല. അതുകൊണ്ട് പറഞ്ഞ ജീവമുക്തിയുടെ അവസ്ഥ വളരെ പ്രാധാന്യം. നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക്, അതെ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോയി ലയിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി വരുന്നുള്ളൂ. അതിനെ റിയലൈസേഷൻ ചെയ്യും. ഈ മനസ്സും ശരീരവും ഒരു കർമ്മം ചെയ്യുമ്പോഴും ഞാൻ എവിടെ നിന്ന് വന്നെന്നും ഞാൻ എന്തിലേക്കൊക്കെയാണ് ഇൻവോൾവ് ആവേണ്ടത്, എന്റെ ആനന്ദം പുറമേ നിന്നാണോ അകമേ നിന്നാണോ ഉള്ള ആ ബോധം സദാസമയം അനുഭവിച്ചറിയാനായിട്ടുള്ള സ്റ്റേജാണ് നിർവികൽപ്പ സമാധി. അപ്പൊ പുറത്തുനിന്നുള്ള യാതൊരു ഉപാധികളും ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രാണനെ അനുഭവിച്ചറിഞ്ഞ് ആ പരമമായ സന്തോഷം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനു വന്നു, ഇവിടെ എന്തു ചെയ്യുന്നു, നമ്മളെ അവെയർ ആക്കുന്ന ഒരു സ്റ്റേറ്റ്. ഞാൻ എന്താന്നുള്ളതിന്റെ പരമമായിട്ടുള്ള ഉദ്ദേശം അറിയിക്കുക എന്നുള്ളതാണ് നിർവികൽപ്പ സമാധിയുടെ രീതി. പിന്നെ ഗുരുജി, ഇത് പെയ്ഡ് ആണോ, എങ്ങനെയാണ് ഇതിന്റെ? ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ക്യാമ്പ് ഫ്രീ ആണ്. 10 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കാം. പിന്നെ അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് അത് 2 നേരമായിരിക്കും ഭക്ഷണം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എപ്പോഴും അന്നമയം നല്ല രീതിയിൽ തന്നെ ഇരിക്കണം, വെച്ചായിരിക്കും. അത് 2 നേരം ഭക്ഷണം ഉണ്ടാവും. ആ 2 നേരത്തെ ഭക്ഷണത്തിന് ഒരു എക്സ്പെൻസ് വരും. ആ എക്സ്പെൻസ് ലാസ്റ്റിൽ നമ്മൾ അവിടെ എഴുതിയിട്ടേക്കും. പേ ചെയ്യാൻ വില്ലിങ് ആയവർ പേ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ഇന്റൻഷൻ. ഇതിന് പിന്നെ ചായ കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ചായ കാപ്പി അങ്ങനെയുള്ളതൊന്നും തന്നെ ഇല്ല. ധ്യാനം നിങ്ങൾക്ക് മണിക്കൂറോളം ചെയ്യാൻ ഇവിടെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല 10 ദിവസം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ 4 ദിവസം വരുന്ന ദിവസം സൈലൻസ് ആയിരിക്കും, സൈലൻസ് സാധനയായിരിക്കും. അതിനുശേഷമാണ് ഉയർന്ന രീതിയിൽ ആത്മീയ അനുഭൂതിയിലേക്ക് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ആ 10 ദിവസം കഴിഞ്ഞ് ആ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയൊരു വ്യക്തിയും അതേ രീതിയിൽ. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ എപ്പോഴും കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞു, സ്പിരിച്വലി നിങ്ങൾ ഉയരുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയലും വെൽബീങ് ഉണ്ടാവും, ഷുവറാണ്. പക്ഷെ മെറ്റീരിയൽ വെൽബീങ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. സ്പിരിച്വലി നിങ്ങൾ കർമ്മം ആ സാധനം മാത്രം ചെയ്യുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരണം. നിങ്ങൾ സ്പിരിച്വൽ ലൈഫും നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫും ഒരേപോലെ തന്നെ കൊണ്ടുപോകണം. പക്ഷെ അന്നാ നിങ്ങൾ മുക്തിയായുള്ള അവയർനെസ്സിൽ ഇരിക്കണം. നിങ്ങൾ ആത്മാവ് എന്നുള്ള ബോധത്തിലും നിങ്ങളുടെ ബ്രഹ്മമാണ് നിങ്ങളുടെ പരമവും, നിങ്ങൾക്ക് മോക്ഷമാണ് വേണ്ടെന്നുള്ള അനുഭവം നിങ്ങളുടെ ഉള്ളിലേക്ക് ഉറയ്ക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയെ കാണുമ്പോൾ ഇതെന്റെ അമ്മയാണോ ഇതെന്റെ അമ്മയാണോ എന്ന് ചോദിച്ചാൽ എന്റെ ഭൗതിക അമ്മ ഇതാന്ന് എനിക്ക് ഉറച്ചു പറയാൻ പറ്റില്ല. അതിനെനിക്ക് എന്റെ ബോധം വേറെ അനുവദിക്കില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഉയർന്ന ബോധം അതിനെ അനുഭവിച്ചറിഞ്ഞിരിക്കണം. അപ്പൊ സ്പിരിച്വലി വെൽബീങ്ങും ആത്മീയപരമായിട്ട് കുണ്ടലിനി വരുന്നതല്ലേ ഉഷാമേ സങ്കല്പ ശക്തിക്ക് പ്രാധാന്യമുള്ളൂ. അപ്പൊ ഒരു യോഗിയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുവാണ്, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന്. യോഗി ഒരിക്കലും അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥിക്കില്ല, സങ്കല്പം കൊടുക്കത്തേ ഉള്ളൂ. വിഷ്വൽ ചെയ്ത സങ്കല്പം കൊടുക്കും. സങ്കല്പമാണ് അദ്ദേഹത്തിന് മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പൊ സങ്കല്പ ശക്തി ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ഹയർ എനർജിയിൽ ഇരിക്കുന്ന ഒരാളുടെ സങ്കല്പം ഭയങ്കര വലുതായിരിക്കും, മാനിഫെസ്റ്റ് ആവും. തീർച്ചയായും. അത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഒരു സ്റ്റേജ് 7ാം ചക്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വേറൊന്നിന്റെ പിന്നാലെ പോകില്ല. നമ്മളുടെ ആഗ്രഹമൊക്കെ തനിയെ നടന്നുകൊണ്ടിരിക്കും, തന്നെ ആഗ്രഹിക്കുന്നതിന് മുന്നേ നടക്കും. തീർച്ചയായും അത് തൃപ്തികരമായുള്ള അവസ്ഥയിൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കും, നിങ്ങളുടെ ആ സംതൃപ്തിയല്ല നിങ്ങൾ ഇല്ലാതാക്കുന്ന ഉള്ളിലെ അത് തന്നെ നടക്കുമ്പോൾ അതിനെയല്ല നമ്മുടെ ദൈവികത എന്ന് പറയുന്നത്. പക്ഷെ ഗുരുജി വേറൊരു ഞാൻ കേട്ടിരിക്കുന്നത്, വളരെ സാധാരണ ഫിനാൻഷ്യലി വളരെ ലോട്ടപ്പിലൊക്കെ കിടക്കുന്നവര് അവരെന്നോട് ചോദിക്കാറുള്ളത്, എങ്ങനെയാ ഉഷമ്മ നമ്മൾ ഇതിലേക്ക് വരാൻ പറ്റുക? കുട്ടികളുടെ പുസ്തകം അല്ലെങ്കിൽ അവരുടെ ഫുഡ് അല്ലെങ്കിൽ വീട് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ. ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ കൂടുതലും അതിലേക്ക് ആ ഉള്ളിലേക്കുള്ള ബോധത്തിലേക്ക് കൊടുക്കാൻ പറ്റാതെ നാളത്തെ അത്താഴത്തിന്റെ കാര്യവും വീടിന്റെ കാര്യവും ഒക്കെ ആയിരിക്കും മനസ്സിൽ. അപ്പൊ പൂർണ്ണമായിട്ടും ഇതിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളത് പറയാറുണ്ട്. അതിന് എന്താണ് ഗുരുജിക്ക് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും എന്റെ കാഴ്ചപ്പാടുകൾ എന്റെ ഒരു ഇതില് ഞാൻ പറയുമ്പോൾ, ആത്മീയ യാത്ര എന്ന് പറയുന്നത് ചില പ്രയാസങ്ങൾ വരുമ്പോഴാണ് ചില ആൾക്കാർ അതിനെ കൂടുതലായിട്ടും അറിയാൻ പറ്റുന്നത്. അതുപോലെ സോൾ അങ്ങോട്ടേക്ക് വേണ്ടി നയിക്കുന്നതാണ്. ഇതാണ് നിന്റെ കറക്റ്റ്, നീ ഈ സഫറിങ്ങിൽ നിന്ന് മാറേണ്ടത്. നിനക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാലും ആത്മാവ് പരമമായിട്ടൊന്നിലേക്ക് ഇനിയൊരു സഫറിങ് ഇല്ലാതെ ഇരിക്കാനായിട്ടുള്ള മാർഗം ഒന്ന് അറിയിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ല, വീടും കുട്ടികളും നാളത്തെ കടബാധ്യതയും ഒക്കെ ഉണ്ടാവും.
പക്ഷെ നിങ്ങൾ സ്പിരിച്വൽ അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സിന് ആ പ്രശ്നമെല്ലാം തന്നെ. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാല് മനസ്സിന്റെ മാത്രം ഒരു കളിയേത്. നിങ്ങളിതൊന്നുമല്ല, നിങ്ങളുടെ ചുറ്റിനും എന്ത് നടന്നാലും നിങ്ങളുടെ മൈൻഡിന്റെ മാത്രം ഒന്നാണ്. മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ചിന്തകളിലേക്ക് പോകുന്നത്. എല്ലാം മനസ്സാണ്. മനസ്സ് അവിടെ യോജിക്കും. അതാ പറഞ്ഞ ആ ശരീരവും മനസ്സുമാണ് തിരിച്ചറിയേണ്ടത്. ശരീരവും മനസ്സും ഒരു കാര്യം തിരിച്ചറിയാൻ മനസ്സ് ആദ്യം പറയാം, നിന്റെ കുട്ടിയാണ് ആവശ്യം, നിന്റെ ഈ അനുഭവമാണോ നിനക്ക് വരില്ലെന്ന് ചോദിക്കും. അവിടെ അനുകൂലമായുള്ള ഒരു മനസ്സല്ലേ സാധനയെ വേണ്ട ഒരാൾക്ക് വേണ്ടത്. അപ്പൊ സർവത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി ആ കോൺഷ്യസില് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോഴേ നമുക്ക് അവിടെ ഒരു പൂർണ്ണത വരുള്ളൂ. പൂർണ്ണത്വമാണ് ഉദ്ദേശം. അതിന് ശരീരവും മനസ്സും നമ്മളെ അനുവദിക്കണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിലും ഇൻവോൾവ് ആയി പോകും. നമ്മുടെ ഭൗതിക ജീവിതത്തിലും അവിടെ സോൾ എന്താന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശരീരം മനസ്സും ഉണ്ടായാൽ മാത്രമേ ലൈഫിൽ ഏത് തരത്തിലുള്ള ഈ ആത്മമധുരത്തിൽ ഇരുന്നുകൊണ്ട് ചുറ്റിനുള്ളവരോടൊപ്പം സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുള്ളൂ. വളരെ നല്ല ഒരു ടോക്കായിരുന്നു ഗുരുജി. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പരമമായ ആനന്ദം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിലെ ഞങ്ങളെയൊക്കെ തീർച്ചയായും എല്ലാവരും ജൂൺ 1 മുതൽ 10 വരെയുള്ള ദിവസം ഈ ക്യാമ്പിൽ പങ്കെടുക്കുക. ഞാൻ നമ്മുടെ ഇതിൽ തന്നെ അതേ നമ്പർ കൊടുക്കും. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ബ്രാഹ്മയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അതിൽ വിളിച്ച് ഇത് ബുക്ക് ചെയ്യുക. ഏകദേശം 10 പേർക്കുള്ള, നമ്മൾ പറഞ്ഞില്ല, 10 പേർക്കുള്ള ഒരു ക്യാമ്പിൽ പങ്കെടുക്കാം. ഇതൊരു എനർജൈസ്, ഇത് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് ഏതൊരു സാധനയിൽ ഇറങ്ങിയാലും ഒരു 2-2.5 വർഷം കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ക്രമീകരണം. ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെ നിർവികൽപ്പ സമാധിയാക്കാനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയല്ല ഒരിക്കലും. ഇത് ഒരു ഇന്റൻഷനാണ്. കൃപയുടെ ഇന്റൻഷനും ഗുരുവിന്റെ ശക്തിയും എല്ലാം വന്നു ചേരുന്ന ഒരു ക്രമീകരണമായതുകൊണ്ടും 10 ദിവസം എന്ന് പറയുന്നത് ദൈവിക നിമിത്തമായി തന്നെ വന്നു ചേരാനായിട്ടുള്ള കുറച്ച് തയ്യാറെടുപ്പുകൾ കൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് പോകുന്നത്. അല്ലാതെ പെട്ടെന്നൊന്നും നിർവികൽപ്പ സമാധി അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കാലക്രമേണ 2-2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സാധനം അവിടെയൊക്കെ എത്തിച്ചേരുന്നത്. എന്നാൽ ഈ ഒരു 10 ദിവസം കൊണ്ട് എത്തുന്നത് ഞാനിപ്പോൾ എൻ്റെ പ്രാണൻ സമാധി പോകാനിരിക്കുന്നത് കൊണ്ടും ആ പ്രാണശക്തി നിങ്ങളിലേക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമായതുകൊണ്ടുമാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനം സറണ്ടർ ആണ് അല്ലേ? തീർച്ചയായും നമ്മളിപ്പം ഞാൻ സമാധിയിലേക്ക് പോകാനിരിക്കുന്നത് കൊണ്ട് ഇപ്പം ആ ഒരു ഊർജം അനുഭവിച്ചറിയാൻ പറ്റുന്നവർക്കും ഉണ്ട്. ഇപ്പൊ ബുദ്ധനുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ അരികിൽ വന്നവർക്കെല്ലാം തന്നെ അദ്ദേഹം ആ ഒരു മാർഗം കാണിച്ചു കൊടുത്തു, എല്ലാവരും ആത്മീയതയിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ കൂടി അനുഭവിച്ചറിയാം. അപ്പൊ ഞാൻ എൻ്റെ അരികിലേക്ക് വരുന്നവരൊന്നും എനിക്ക് എൻ്റെ ശിഷ്യന്മാരാക്കണമെന്ന് എനിക്കൊരു ലക്ഷ്യമില്ല. എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരെ ഞാൻ അതുപോലെ തന്നെ ഡിസേബിൾ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അവരാ ഇന്റൻഷനും കൊണ്ട് ഞാൻ കൊണ്ടുപോകുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധമുള്ളവര് അറിയുമ്പോൾ അവരും ചിലപ്പോൾ ഈ യാത്രയിൽ കൂടെ കൂടും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള പല തയ്യാറെടുപ്പും എന്താ സമാധിന്ന് അനുഭവിച്ചറിയാനുമായിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു കോഴ്സ് ഉപകാരപ്രദമാകട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.